जराग माधवा जयो कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनातीरवनचारि राधा माधव कुंज बिहारी राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे। कृष्ण जी प्रणाम। हरे कृष्ण। प्रणाम माताजी। हरे कृष्ण। प्रणाम माताजी। ओके, हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गुरवे गौरचन्द्राय राधिकायै तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। वन्देऽहं श्रीगुरो श्रीयुततपः श्रीगुरुन् वैष्णवंश्च श्रीरूपं सग्रजातं सहगण रघुनाथान्वितं तं सजीवं सद्वैतं सावधूतं बलिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगल्पदे गोपेशा गोपिका कान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। वंशी विभूषितकरान् नवनीतदारान् पीताम्बरादरुणबिम्बफलोदरोष्टात् पूर्णेन्दुसुन्दरमुखादरविन्दनेत्रात् कृष्णात् परं किमपि तत्त्वं न जाने। कन्दर्पकोटिकमनीयविशेषशोभं വിന്ദമാതിപുരുഷം തമഹം ഭജാമി. ദേഹത്തിൻ മുകിലൊത്ത നീല നിറവും നൂറം അമർത്തോറ്റുപോം സ്നേഹത്തിൻ നിറവും നറും നറുകയിൽ പാറും മയിൽ പീലിയും സ്മോഹത്തിൻ കടവേരറുത്തു കളയും കണ്ണീർ വീക്ഷിച്ച് തിലകാമ്പു ബാഷ്പചരിയായി തൂകുന്നതെന്നാണു ഞാൻ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ പുത്ലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി.
നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിധിനോതി സുഹൃത്സദാം. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തർഭവരീ നൈഷ്ഠികേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്കുള്ള സ്വാഗതം. അതോടൊപ്പം എന്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏത് ശ്ലോകം നമ്മൾ പഠിച്ചു തീർന്ന ഏത് ശ്ലോകമായിരുന്നു? 44. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. 44-ാമത്തെ ശ്ലോകം നമ്മള് പഠിച്ചു തീർന്നിരുന്നു. ഇവിടെ അവരെ എല്ലാവരും എന്താണ് ആ യുധിഷ്ഠിരനും അതുപോലെ യുധിഷ്ഠിരുടെ കൂടെയുള്ള മഹാരാജ് യുധിഷ്ഠിരൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇനിയും ഏത് രീതിയിൽ പോകണമെന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിലെ കുറിച്ചും പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഭഗവാന് സ്വയം സമർപ്പിതരായവർക്ക് എന്ന് വെച്ചാൽ ആത്മസമർപ്പണം ചെയ്തിട്ടുള്ളവർക്ക് ഈ ഷോഡശ സംസ്കാരങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. കാരണം സ്വയമേ ജീവൻ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ അത്രയും ഭഗവത്മയമായി മാറ്റിയവർക്ക് ഒന്നിന് യാതൊരു പൈസ എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല. ചെയ്യുന്നതൊക്കെയും ഭഗവത്മയമായി മാറുക, അങ്ങനെ ഭഗവാന് വേണ്ടി ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഈ ഷോഡശ സംസ്കാരങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളൊന്നും ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പല കാര്യങ്ങളും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ജീവിതത്തിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ആ നിലയിൽ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിശ്രമം എവിടെ എത്തും നമുക്ക് പറയാനും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മളിപ്പോഴും. അപ്പൊ നമ്മുടെ സോഷ്യൽ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു, വർണ്ണം എന്താണെന്ന് പഠിച്ചു അല്ലെ. അതുപോലെ ബ്രഹ്മചര്യത്തിന്റെ പ്രത്യേകത അതെല്ലാം പഠിച്ചിരുന്നു. ആശ്രമങ്ങളുടെ പ്രത്യേകതയെല്ലാം, വർണ്ണാശ്രമ വ്യവസ്ഥിതിയെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓരോ ആത്മസാക്ഷാത്കാരത്തിനും അതുപോലെ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാനും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പം അവിടെ പലതും പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മള് ഷോഡശ സംസ്കാരം പഠിച്ചത്. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അല്ലെ. മാതാജി, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആര്യവൃത്തം വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ജോലി തൊഴിലുകൾ, കർമ്മം, അതായത് ബ്രാഹ്മണർക്ക്, ക്ഷത്രിയർക്ക്, പിന്നെ അതുപോലെ ശൂദ്രർക്ക്, വൈശ്യർക്ക്, പിന്നെ ഇവിടെ സന്തത എന്ന് മാതാജി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഗുരുവിനെ ഗുരുവിനെ എപ്പോഴും അടുത്ത സുഹൃത്തായി കാണണം. അത് ഷോഡശ സംസ്കാരം നല്ലതുപോലെ പഠിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുടുംബജീവിതം എങ്ങനെ നയിക്കുന്നതിനെ പറ്റിയും, അവസാനം വാനപ്രസ്ഥം, സന്യാസം, പിന്നെ അവസാനം തമേവ ഭരണം ഗച്ഛ്വ സർവഭാവേന ഭാരത പരം ബ്രഹ്മം പരം ധാമം പവിത്രം ഭഗവാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് തത് പ്രസാദ ശാന്തി എന്ന് പറഞ്ഞു വരുന്നത്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുള്ള തത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അപ്പം തമേവ ശരണം ഗച്ഛ, ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യൂ, അവസാനം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അവിടുത്തെ പ്രസാദം കൊണ്ട് ശാന്തി നേടൂ, ശാശ്വതമായ പരമപദം പ്രാപിക്കാൻ നിനക്ക് കഴിയും എന്ന് പറഞ്ഞു വരികയാണ്. തമേവ ശരണം ഗച്ഛ
സർവഭാവേന ഭാരത, എല്ലാ രീതിയിലും എന്നുള്ളതാണ്. ആ പ്രസാദം, എന്റെ ആ പ്രസാദം കൊണ്ട് നിനക്ക് ശാശ്വത സ്ഥാനത്തേക്ക് എത്താമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ നിലയിലൊന്നും എത്താത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പം ഷോഡശ സംസ്കാരത്തിൽ പല കാര്യങ്ങളുണ്ട്. നമ്മള് ഇപ്പോഴത്തെ ഈ ഫാഷനബിൾ ലോകത്തിൽ എത്തിയപ്പോഴേ ഇപ്പോഴെന്ത് ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ ഭക്തിയോ മറ്റൊന്നും കൊണ്ടോ ഒന്നുമല്ല, പിന്നെന്താണ്, ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ വിവാഹത്തിന് എന്തെല്ലാം ചടങ്ങുകള്, പണ്ടില്ലാതിരുന്ന പല ചടങ്ങുകളും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴേ, അല്ലെ? അപ്പൊ നോർത്ത് ഇന്ത്യൻസിനെ കണ്ടുപിടിച്ചിട്ട് പല ചടങ്ങുകളും ഉണ്ട്. അപ്പൊ പണ്ട് ആ ഒരു പലതും ഇപ്പം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയാതെ വരുന്നതാണ്. നമ്മുടെ ഫാഷൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ, കല്യാണത്തിന് ആ ഒരു ചടങ്ങൂടെ ഉണ്ടെങ്കിൽ എന്താണ്, അത് കുറച്ചുകൂടി മോടിയാകും, ഭംഗിയാകും എന്നുള്ള രീതിയിൽ പല ചടങ്ങുകളും ഇന്ന് പുതുതായി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് മറ്റ് നോർത്ത് ഇന്ത്യയിലും മറ്റും നേരത്തെ ഉള്ളതാണ്, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് ഷോഡശ സംസ്കാരത്തിൽ പ്രധാനമായിട്ടുള്ളത് ജാതകർമ്മം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? അതുപോലെ നാമകരൺ എന്നൊക്കെ പറയും. അതുപോലെ നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ് എന്താണ്, വിദ്യാരംഭം. അപ്പം ആദ്യമേ ഗർഭധാന സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, പുംസവനത്തെ കുറിച്ച് പറഞ്ഞു, സീമന്തത്തെ കുറിച്ച് പറഞ്ഞു, ജാതകർമ്മത്തെ കുറിച്ച്, നാമകരൺ, അതുപോലെ നിഷ്ക്രമണം, അന്നപ്രാശനം, അതുപോലെ വിദ്യാരംഭം, കുറച്ച് ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും, ഉപനയനം, വേദാരംഭം. അപ്പൊ അത് അങ്ങനെ കുറെ ചടങ്ങുകളെ ഷോഡശ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു കുട്ടിയുടെ ജീവിതത്തെ, ആ ജീവിതത്തിന് പ്രധാനമായിട്ട് നടത്തി കൊടുക്കേണ്ട ഒരു അച്ഛന്റെയും അമ്മയുടെയും കടമയാണത്. അപ്പൊ ഇത് എന്ന് പറയുന്ന ഓരോ പുംസവനം എന്ന് പറയും, ഓരോ പുംസവന്റെ മന്ത്രം ഭഗവതത്തിൽ നമ്മൾ പഠിക്കും. പല കാര്യങ്ങളും ഇങ്ങനെ നടത്തി കൊടുക്കുന്നു. ഇന്ന് സീമന്തം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഇന്നത്തെ കുട്ടികളൊക്കെ നടത്തുന്നുണ്ട്. കാരണം അവരുടെ കൂട്ടുകാര് കുറെ സാധനങ്ങൾ കൊണ്ടുവരിക, അവരെല്ലാം കുളിച്ച് ചേർന്നിരുന്ന് അതിനെ ഒരു ചടങ്ങ് പോലെ നടത്തുക ഒക്കെ ഇന്ന് നടത്തുന്നുണ്ട്. പക്ഷെ നേരത്തെ ഒന്നും അതില്ലായിരുന്നു. ഇപ്പം അത് പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. അത് എന്തിനാണ്, ഒരു ഭാഗമായാലും ശരി അതിനെ ഒന്ന് ഓർക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ടുള്ളതാണ്. പിന്നെ സാധാരണ വീട്ടിൽ എല്ലാവരും ജാതകർമ്മം നടത്താറുണ്ട്, അതുപോലെ നാമകരണം നടത്താറുണ്ട്. പിന്നെ നിഷ്ക്രമണ എന്ന് പറയുന്നത് നമ്മൾ നടത്താറില്ലാത്ത ഒന്നാണ്. എന്താണ്, 4-ാം മാസത്തിലേക്ക് കുട്ടിയെ വെളിയിൽ കൊണ്ടിറങ്ങുന്ന ഒരു ചടങ്ങാണ്. അതുവരെയും കുട്ടിയെ അകത്ത് വെച്ചിട്ട് വെളിയിൽ കൊണ്ടുവരുന്ന ചടങ്ങാണ് നിഷ്ക്രമണം എന്ന് പറയുന്നത്. പിന്നെ അന്നപ്രാശനം എല്ലാവരും നടത്തുന്നതാണ്. വിദ്യാരംഭം, പിന്നെ കർണവേദം, കാതുകുത്ത്, അതും എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ ഉപനയനം, അത് നമ്മൾ സാധാരണക്കാരിൽ എന്താണ്, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രമേ അതുള്ളൂ, സീക്രട്ട് ത്രെഡ് ധരിക്കുക എന്നുള്ളത്. പിന്നെ വേദാരംഭം, അതും നമുക്ക് സാധാരണക്കാർക്കില്ല, ബ്രാഹ്മണരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില ചടങ്ങുകളെ കുറിച്ച് നമ്മുടേതായിട്ടുള്ള ചില ചടങ്ങുകളെ കുറിച്ച് ഷോഡശ സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് 2-3 എണ്ണമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് അത് പ്രധാനമായിട്ട് പറഞ്ഞത്. പിന്നെ ഇവിടെ പറഞ്ഞു, മഹാരാജ യുധിഷ്ഠിരൻ പൂർവികരും മഹാന്മാരും സ്വീകരിച്ച പാത സ്വീകരിച്ച് ഭഗവാന്റെ ചിന്തയിൽ പൂർണ്ണമായും സ്വയം സമർപ്പിതനാകാൻ പ്രതിജ്ഞാർപ്പിതനായി ഉത്തര ദിശയിലേക്ക് യാത്ര ആരംഭിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സ് എന്തിൽ പ്രാപ്തമായി, എന്തിൽ തന്നെ ഉറച്ചു, സർവഭാവേന ആ ഒരു ഭാരതാ തമേവ ശരണം ഗച്ഛ, അദ്ദേഹത്തിൽ തന്നെ, ആ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. അങ്ങനെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തു എന്ന് പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. നമുക്ക് 45-ാമത്തെ ശ്ലോകമാണ് നമുക്ക് എടുക്കാനുള്ളത്. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. സർവേ തം അനുനിർജ്ഞു പ്രാതരകൃതനിശ്ചയ കലിനാം അധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ട്വാ പ്രജാഭുവി. സർവേ തം അനുനിർജ്ഞു പ്രാതരകൃതനിശ്ചയ കലിന അധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ട്വാ പ്രജാഭുവി. സർവേ തം അനുനിർജ്ഞു, ഒരു വലിയ വാക്കാണ്, നിങ്ങൾ കേട്ടിട്ടില്ല. അനുനിർജ്ഞു, പിന്നെ പ്രാതരഹ കൃതനിശ്ചയ കലിന അധർമ്മം
മിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ട്വാ പ്രജാ ഭുവി. സർവേ, അദ്ദേഹത്തിന്റെ എല്ലാ ഇളയ ഭ്രാതാക്കളും. അപ്പം യുധിഷ്ഠിരൻ വടക്കോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഇനി അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കളെ കുറിച്ച് പറയുകയാണ്. സർവേ, അദ്ദേഹത്തിന്റെ എല്ലാ ഇളയ ഭ്രാതാക്കളും, എല്ലാവരും എന്നുള്ള അർത്ഥം. തം, അദ്ദേഹത്തെ, അനുനിർജഗ്മു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട്, അനുസരിക്കല്ല അനുകരിച്ചുകൊണ്ട് ഭവനം ഉപേക്ഷിച്ചു. നേരത്തെ നമ്മൾ പഠിച്ചു, യുധിഷ്ഠിര മഹാരാജാവ് ഒരു വാക്കുപോലും പിന്നെ പോകാൻ തീരുമാനിച്ചെന്നൊക്കെ അനിയന്മാരോട് സംസാരിച്ചിട്ടില്ല. അവര് തങ്ങളിൽ ഒരു സംഭാഷണവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോകാനായിട്ട് അങ്ങ് തയ്യാറെടുത്തു, അല്ലെ? അനുനിർജഗ്മു, അനുകരിച്ച് അദ്ദേഹത്തെ അനുകരിച്ച് ഭവനം ഉപേക്ഷിച്ചു. ഭ്രാതര, ഭ്രാതര എന്ന് പറയുമ്പോൾ ഭ്രാതാക്കൾ, സഹോദരന്മാര്. കൃതനിശ്ചയ, നല്ല ദൃഢമായി ഉറപ്പിച്ച്, മനസ്സിനെ നല്ല ദൃഢമായി നിർത്തി എന്നുള്ളതാണ്. അവിടെ ചാഞ്ചാട്ടം ഉണ്ടായില്ല. കലിന എന്ന് വെച്ചാൽ കലിയുഗം വരുന്നു, കലിയുഗം നമുക്കറിയാം അധർമ്മത്തെ. മിത്രേണ, മിത്രങ്ങളാൽ, ദൃഷ്ട്വ കണ്ടിട്ട്, സ്പൃഷ്ട്വ കലിയുഗം എന്താണ്? സ്പൃഷ്ട എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു, നിനച്ചിരിക്കാതെ വന്നു ചേർന്നു. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം അതുവരെയും ഭരിച്ചിരുന്നത് യുധിഷ്ഠിര മഹാരാജാവായിരുന്നു. അതുകൊണ്ട് കലിക്ക് അവിടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ കലി യുഗം നിനച്ചിരിക്കാതെ വന്നു ചേർന്നു എന്നുള്ളതാണ്. അവരെ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്പൃഷ്ട എന്ന് വെച്ചാൽ ചിന്തിക്കാതെ ആഗതമായി എന്നുള്ളതാണ്. പ്രജ, എല്ലാ പ്രജകളും, ഭുവി, ഭൂമിയിലെ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന യുധിഷ്ഠിരൻ പല അപശകുനങ്ങളും കണ്ടു. എന്താണ് അർജുനൻ വരാൻ താമസിച്ച അവസരത്തിൽ എവിടെ നിന്ന്? ദ്വാരകയിൽ നിന്ന് വരാൻ താമസിച്ച അവസരത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് പല അപശകുനങ്ങളും കണ്ടിരുന്നു. അതാണ് ഇവിടെ അദ്ദേഹം അത് കലിയുഗത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കാതെ വന്നു. കൃഷ്ണ. സർവേ തം അനുനിർജഗ്മു പ്രാതര കൃതനിശ്ചയ കലിന അധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ട്വാ പ്രജാഭുവിഹി. വിവർത്തനം, ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. വിവർത്തനത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഭുവനത്തിലുടനീളം ആഗതമായി കഴിഞ്ഞെന്നും രാജ്യത്തിലെ പ്രജകൾ അധർമ്മബാധിതരായി കഴിഞ്ഞെന്നും ദർശിച്ച മഹാരാജാവ് യുധിഷ്ഠിരന്റെ അനുജന്മാർ ജ്യേഷ്ഠന്റെ പാത പിന്തുടരുവാൻ തീരുമാനിച്ചു. ഉള്ളൂ അതിനെ കുറിച്ച്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവേ തം അനുനിർജഗ്മു ഭ്രാതരാ കൃതനിശ്ചയഃ കലീനാ അധർമ്മമിത്രേണ ദൃഷ്ട്വാ പൃഷ്ടാ പ്രജാഭുവി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ പുസ്തകത്തിൽ നിശ്ചയഹായ ഉള്ളോ? നിശ്ചയാഹായ വേണം കേട്ടോ. പുസ്തകത്തിൽ തെറ്റ് കാണും ചിലപ്പോഴേ. രണ്ടാമത്തെ സന്ധിയാണ്. ഉണ്ട് മാതാജി, ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വായിച്ചോളൂ. നമോ ഭഗവതേ വാസുദേവായ. സർവേ അനുനിർജന്മോർ പ്രാതരാകൃത നിശ്ചയ കലേന അധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ട്വാ പ്രജാഭുവി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സർവേ തം ഉണ്ട് മാതാജി. തം അനുനിർന്ന് വേണം എടുക്കണേ. തം ഉണ്ട് അവിടെ. സർവേ തം, അദ്ദേഹത്തെ. ഹരേ കൃഷ്ണ. വായിക്കൂ മാതാജി, വായിക്കൂ. നമോ ഭഗവതേ വാസുദേവായ. സർവേ തമമനുനിർജന്മോർപാദ കൃതനിശ്ചയഃ കലീനാമധർമ്മത്രേണ ദൃഷ്ടാ സ്പൃഷ്ടാ പ്രജാഭുവി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവേ തം അനുനിർജഗ്മു എടുക്കും മാതാജി. കാരണം അവിടെ ഒരു ഇത് വരാം, വായിക്കുമ്പോ ഒരു ഇത് വരും. സർവേ തം അനുനിർജഗ്മുർ, അങ്ങനെ എടുക്കുമ്പോ നമുക്ക് പാടുവരില്ല കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ലോകത്തിലെല്ലാം, ഈ ഭുവനത്തിലുടനീളം. കാരണം എന്തുകൊണ്ടാ ഭുവനത്തിലുടനീളം എന്ന് പറയാൻ കാരണം? ലോകത്തിന്റെ എല്ലാം ചക്രവർത്തിയായിരുന്നു ആര്? യുധിഷ്ഠിര മഹാരാജാവ് എന്ന് പറഞ്ഞു നേരത്തെ തന്നെ. അങ്ങനെ ലോകം മുഴുവനും കലിയുഗം വന്നു ചേർന്നു എന്നും രാജ്യത്തിലെ പ്രജകൾ
അധർമ്മബാധിതരായി കഴിഞ്ഞു എന്നും. എന്നുവെച്ചാൽ പ്രജകൾ, കലിയുഗത്തിന്റെ പ്രത്യേകതയാണല്ലോ, കലിയുഗത്തെ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുത എന്നൊക്കെ നമ്മൾ കലിയുഗത്തെ കുറിച്ച് കുറെ പഠിച്ചു അല്ലെ. അതുപോലെ ഇനിയും 11ാം സ്കന്ധത്തിൽ നമ്മൾ കലിയുഗത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഒരുപാട് വായിക്കും. അപ്പൊ അത് ആ പ്രജകൾ, രാജ്യത്തിലെ പ്രജകൾ അധർമ്മബാധിതരായി കഴിഞ്ഞു എന്നും അതെല്ലാം കണ്ട് യുധിഷ്ഠിര മഹാരാജാവിന്റെ അന്യന്മാരും ജ്യേഷ്ഠൻ പോയി ജ്യേഷ്ഠനോടൊപ്പം തന്നെ പോകാൻ തീരുമാനിച്ചുറച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം യുധിഷ്ഠിരന്റെ ഇളയ സഹോദരന്മാർ എന്താണോ ജ്യേഷ്ഠൻ പറയുന്ന അതുപോലെ അനുസരിച്ചിരുന്ന ആൾക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ അനുജന്മാരെല്ലാം തന്നെ. അപ്പം അവർക്ക് പരമമായ ജീവിത ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് അവർക്ക് ശരിക്കും അറിവുള്ളവരായിരുന്നു, അതുപോലെ പരിശീലനവും സിദ്ധിച്ചവരായിരുന്നു. എന്നാ ചോദിക്കും അവർ പല കാര്യങ്ങളും ചെയ്തത് എന്തിനാണ് എന്ന് ചോദിക്കും. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ ലീലകളിൽ അവർ പങ്കെടുക്കാനായിട്ടാണ്. അപ്പൊ ആ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കേണ്ടി വന്നപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ ഒരിടത്തിരുന്ന് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, അവർക്ക് ഭഗവാനോടൊപ്പം വന്നു, ഭഗവാനോടൊപ്പം ഭഗവാനെ ചെയ്യാൻ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുത്തു. എല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്നവർക്ക് അറിയാമായിരുന്നു. അപ്പം ഭക്തിയുത സേവന സമർപ്പണത്തിനായി അവർ ജ്യേഷ്ഠന്റെ പാത പിന്തുടരുകയും ചെയ്തു. ഇനിയും ഭഗവാന്റെ ലീല കഴിഞ്ഞു, ഭഗവാൻ പോയി കഴിഞ്ഞു. അപ്പം ജ്യേഷ്ഠനും പോകുന്നു, തങ്ങളും അതിന്റെ എല്ലാം നിർത്തിവെച്ച് അവര് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസം പഠിച്ചു എന്താണ് എങ്ങനെയാണ് വർണ്ണാശ്രമധർമ്മം അനുസരിച്ച്, അല്ലെങ്കിൽ സനാതന ധർമ്മം തന്നെയാണ് ആശ്രമധർമ്മം, അതിനനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ കണ്ടു. അതിനനുസരിച്ച് ജീവിതത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നിശ്ചയമായും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കും. അന്നത്തെ കാലഘട്ടത്തിൽ കാടോ പടലോ ഒന്നും തേടിപ്പോകാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെയെങ്കിലും ആ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് മാറ്റി നിർത്തണം. പക്ഷെ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. നമ്മൾ കുടുംബത്തിൽ ഇന്നും ഭരണം നടത്തിക്കൊണ്ടു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് 60 വയസ്സ് കഴിഞ്ഞാലും. പക്ഷെ 60 വയസ്സ് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ വീട് വിട്ടിറങ്ങുന്നവരാണ് കൂടുതൽ പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ എവിടെ പോയാലും ഇന്ന് കാടും ഇല്ല, പടലും ഇല്ല, പോയി ഇരിക്കാനുള്ള സൗകര്യവും ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, അന്ന് വാനപ്രസ്ഥാശ്രമം എടുക്കുമ്പോഴത്തേക്ക് എന്താണ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിനെ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്നും വിരമിക്കണം. സാക്ഷാത്കാരത്തിനായി നമ്മുടെ മനസ്സിനെ ഒരുക്കി വെക്കുകയും ചെയ്യണം. നമ്മൾ എടുത്ത് ഒരു വീട് വെച്ച് പോയി താമസിക്കുക, അതൊക്കെ ആയിരുന്നു നമ്മളെ 7ാം സ്കന്ധത്തിൽ പറഞ്ഞിരുന്നുണ്ട്. നമ്മള് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് നമ്മുടെ മക്കളെ വളർത്തി അവർക്ക് വിവാഹം കഴിഞ്ഞു, അവരുടെ കുട്ടികളായി കഴിയുമ്പോൾ അവരെ ആലോചിച്ചുകൊണ്ട് അവരുടെ അങ്ങനെ വിടണം, ഇങ്ങനെ വിടണം, ഇന്ന സ്കൂളിൽ ചേർക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയാനുണ്ട്. അങ്ങനെയുള്ള ആ രീതിയിൽ നിന്നൊക്കെ വിട്ടിട്ട് അവരവരുടെ മക്കളെ എങ്ങനെയാണോ വളർത്തേണ്ടത് അതേ രീതിയിൽ ആ റെസ്പോൺസിബിലിറ്റി അവരിലേക്ക് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ആ ഒരു പണ്ടത്തെ കാലം അനുസരിച്ച് വേറെ ഒരു വീടിനടുത്തൊരു കുടിൽ കെട്ടി താമസിച്ചുകൊണ്ട് ആഹാരം ഇവിടുന്ന് സ്വീകരിക്കുമായിരുന്നു, ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് കുറച്ചു കാലം വാനപ്രസ്ഥം കഴിഞ്ഞിരുന്നത്. പിന്നീടാണ് ആ ഒരു ട്രെയിനിങ് പീരീഡാണ് വാനപ്രസ്ഥം. അത് കഴിഞ്ഞ് സന്യാസത്തിലേക്ക് പോകുമായിരുന്നു. അപ്പൊ ഇവിടെ അതിനൊന്നും ഉള്ള സൗകര്യം ഇപ്പോഴില്ലെങ്കിലും മനസ്സിനെ അതേ രീതിയിൽ കൊണ്ടുവരണം. അങ്ങനെ എന്താണ് ജീവിതത്തിൽ നിന്ന് വിരമിക്കുക, ആത്മസാക്ഷാത്കാരത്തിനായി സ്വയം ആണ് നിയുക്തനാകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. അവരാകെ ചെയ്യുന്നത് ഭഗവാൻ എവിടെ, ഭഗവാൻ എന്ത് പറയുന്നോ അതിനെ അനുസരിക്കുക, അതാണ് ഇത്ര കാലവും അവര് ചിന്തിച്ചിരുന്നത്. അങ്ങനെ അതുപോലെ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് അവരെ ജ്യേഷ്ഠനെ എടുത്തു, ജ്യേഷ്ഠൻ പറയുന്നതൊക്കെ കേട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഇവരെ ഒരു സാധ്യമായതാണ് അവർ ചെയ്തിരുന്നത്. കാരണം അവരുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് അവർക്ക് ഭഗവാൻ കൂടെയുണ്ട്, ജ്യേഷ്ഠനാണെങ്കിൽ ധർമ്മത്തിന്റെ പ്രതിനിധിയായി കൂടെയുണ്ട്. അപ്പൊ അവര് അതെല്ലാം അനുസരിച്ച് പോയവരാണ്. അങ്ങനെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവനത്തെ ഹിതകരമായ രീതിയിൽ പുഷ്ടിപ്പെടുത്തുന്നതിൽ അവരെല്ലാം സ്വയം നിരതരായി. ഇനിയും അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ചിന്തിക്കേണ്ടത്? ഭഗവാനെ ഇനിയും ഭക്തിയുത സേവനത്തിന്റെ കൂടെ പോവാണ്. ഭക്തിയുത സേവനത്തിൽ കൂടി അതിനെ പ്രയോജനപ്പെടുത്തി എടുക്കുക, വേറെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി വെച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരുപാട് ആൾക്കാരും
ശ്രീധരസ്വാമികളാണ് ഭാഗവതത്തെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമേ കമന്ററി എഴുതിയതും ഏറ്റവും പ്രധാനമായിട്ടുള്ള കമന്ററിയും അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നമ്മളെ ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലാണ് നമ്മുടെ മനസ്സ് ഇപ്പോഴും മുഴുകിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും വലുത് വേദം പറയുന്നത് ധർമാർത്ഥ കാമമോക്ഷമായതുകൊണ്ട് അതറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഭഗവാന്റെ ഭക്തിയുത സേവനമായ അതിന്റെ ഹിതകരമായ രീതിയിൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുകയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഏറെക്കുറെ ജീവിതത്തിന്റെ നിയാത്മക ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. എന്താണ്? സവൈപുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷതേ. പിന്നെ എങ്ങനെ ചെയ്യണം അത്? ഭഗവാനിലുള്ള യഥോ ഭക്തി അധോക്ഷതേ, അധോക്ഷതയിലുള്ള ആ ഭക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അഹൈതുകി അപ്രതിഹത, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അഹൈതുകി അപ്രതിഹത എന്നുള്ള രണ്ട് വാക്കുകൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ അപ്പൊ അകാരണമായി നമ്മൾ ചെയ്യണം. അതിനനുസരിച്ച് യാതൊരു തടസ്സവും കൂടാതെ നമ്മൾ എന്ത് പ്രവൃത്തിയായാലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സോടുകൂടിയായിരിക്കണം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് യാതൊരു കാരണവും കൂടാതെ നമ്മൾ എന്തെങ്കിലും ഭഗവാൻ വേണ്ടി ചെയ്യുന്നെങ്കിൽ ഒരു കാരണം വെച്ചുകൊണ്ട് ചെയ്യരുത്. നിന്നത് ചെയ്താൽ നിന്നത് കിട്ടും എന്ന രീതിയിൽ ചെയ്യാതെ തിരിച്ചു പോകണം. അപ്പം ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്തെന്ന് നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാൻ 18-ാം അധ്യായം മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യുക നീ എന്നാണ് അർജുനന് പറഞ്ഞു കൊടുത്തത്, അല്ലേ? ഏത് ശ്ലോകമാണ്? 18:64. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വചഃ ഇഷ്ടോസിമേ ദൃഢമിതി തഥോ വക്ഷ്യാമി തേ ഹിതം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് അവിടെ? നിന്റെ ഇഷ്ടം അനുസരിച്ച് നീ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? നീ ഒരുപാട് കാര്യങ്ങൾ നീ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതൊന്നും അല്ല ഇവിടെ ചെയ്യേണ്ടത്. എന്താണ്? നിന്റെ മനസ്സിന് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാവുന്നതിന്റെ പരമാവധി നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു വേറൊരിടത്ത് പറഞ്ഞു. ഇവിടെ പറയുന്നു എന്താണ്? നീ ഭഗവാനെ സ്വാത്മാർപ്പണം ചെയ്യൂ എന്നുള്ളതാണ്. നിന്റെ കർമ്മങ്ങൾ എന്തെല്ലാം നീ ചെയ്യണോ അതൊക്കെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നിനക്ക് എന്നെ അനുസരിക്കാമെങ്കിൽ എന്നെ അനുസരിക്കൂ. അങ്ങനെ ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യൂ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്? ഗോപ്യമായ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ഭഗവാൻ അർജുനനെ നൽകുകയാണ് ഇവിടെ ചെയ്തത്. ഏറ്റവും വലുതായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. പരമാത്മാവിനെ പറ്റിയുള്ള ജ്ഞാനമുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ എപ്പോഴും ഭഗവാനെ സ്മരിക്കൂ. അപ്പൊ നമുക്ക് ആ ലാസ്റ്റ് ശ്ലോകം മന്മനാ ഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു, അല്ലെ? ആ ശ്ലോകത്തിൽ കൂടി എപ്പോഴും എന്നെ സ്മരിക്കൂ. അപ്പം ശുദ്ധ ഭക്തനെ മനസ്സിൽ എപ്പോഴും ഭഗവാനെ കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആത്യന്തികമായ ഒരു കഴമ്പെന്ന് പറയുന്നത് നീ ഒരു ഭക്തനാകൂ. കാരണം നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി സമർപ്പിക്കൂ. ഭഗവാൻ പറയുകയാണ്. വേറെ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. തൻ്റെ അടുത്തോടുകൂടി ഭഗവാൻ പറയുന്ന ഒന്നാണ് ഇത്. നീ ഭക്തനാകൂ, നീ എന്നെ ആരാധിക്കൂ എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പം എന്താണ്? മന്മനാ ഭവമദ്ഭക്തോ മദ്യാജീമം നമസ്കുരു, എന്നെ നമസ്കരിക്കൂ. പിന്നെന്താണ് പറയാ? എന്നെ പ്രണമിക്കൂ. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നീ എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നീ പോകൂ. അപ്പോൾ നിനക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും. പക്ഷെ ധ്യാനിയാകേണ്ടതില്ല എന്ന് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ധ്യാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ദിവസത്തെ ധ്യാനത്തിന് 28,000 രൂപ വരെ വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെ വലിയ ധ്യാനമൊക്കെ നടത്തി മനസ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ആ 8 അംഗങ്ങളെ ഉപയോഗിച്ച് അവസാനം എന്താണ്? പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. അപ്പൊ ഇന്ന് ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യമുള്ള കാലമാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നു, നീ എന്റെ ഭക്തനാകൂ, നീ എന്നെ ആരാധിക്കൂ, നീ എന്നെ പ്രണമിക്കൂ, നിനക്ക് എന്നെ തീർച്ചയായും പ്രാപിക്കാം. നീ വലിയ യോഗിയൊന്നും ആകേണ്ട കാര്യം ഇല്ല എന്നുള്ള, ധ്യാനി ആകേണ്ട കാര്യമൊന്നുമില്ല. വെച്ചാൽ ധ്യാനത്തിൽ കൂടി നീ എന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ വലിയ ധ്യാനിയൊന്നും ആകേണ്ടതില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾ
കൃഷ്ണനുമായി ബന്ധപ്പെടുത്തി നീ ചെയ്യൂ. അങ്ങനെ കൃഷ്ണാവബോധത്തിൽ നിഷ്ഠയുണ്ടാക്കിയെടുക്കൂ. നമ്മൾ എന്തെല്ലാം ദൈനംദിന പ്രവർത്തനം എന്ത് ചെയ്യുമ്പോഴും അത് കൃഷ്ണനുമായി ബന്ധപ്പെടുത്തി ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെ കൃഷ്ണനിൽ മനസ്സുറപ്പിക്കുന്നതാണ് ഏറ്റവും ഗോപ്യമായ വശം അഥവാ ഗോപ്യമായ രീതി എന്നിവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ സർവധർമ്മങ്ങളെയും ത്യജിച്ചുകൊണ്ട്, നിന്റെ ധർമ്മമാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷ, ആ 4 നീ അങ്ങ് കണക്കാക്കണ്ട. നീ എന്താണ് ചെയ്യേണ്ടത്? നീ ചെയ്യുന്ന നിന്റെ ദൈനംദിന ജീവിതത്തിൽ നീ എന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യൂ, എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് നീ ചെയ്യൂ എന്നാണ് പറയുന്നത്. അവസാനം പിന്നീട് പറയുന്നുണ്ട് ഭഗവാൻ എന്താ പറഞ്ഞു തരുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അത് ഏറ്റവും ഹൈസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പരബ്രഹ്മജ്ഞാനം, അതുപോലെ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, വർണ്ണാശ്രമത്തെ കുറിച്ചുള്ള ജ്ഞാനം, സന്യാസത്തെ കുറിച്ചുള്ള ജ്ഞാനം, അനാസക്തി, ആത്മനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, അതുപോലെ ധ്യാനം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ, സാധാരണക്കാരല്ല ഭഗവാനെ പ്രാപിക്കണമെന്നും ഒക്കെ ചിന്തയുള്ളവര് എടുക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ചെയ്തിട്ട് അനാസക്തിയിലെത്തിയിട്ട് അങ്ങനെ ഒരു മനോനിയന്ത്രണം കൊണ്ടുവന്ന് അത് ധ്യാനത്തിൽ കൂടി കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്നു, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? പരമാത്മാവിനെ കുറിച്ച് അറിയുക, വർണ്ണാശ്രമം എന്താണെന്ന് അറിയുക, സന്യാസം എന്താണെന്ന് അറിയുക, അനാസക്തിയോടുകൂടി ചെയ്യാൻ നോക്കുക, ആത്മനിയന്ത്രണം നേടുക, ഇന്ദ്രിയ നിയന്ത്രണം നേടുക, അതുപോലെ ധ്യാനത്തിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാലം അങ്ങ് പോവുക. നമുക്ക് ആകെപ്പാടെ 100 വയസ്സ് വരെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. 75 വയസ്സാകുമ്പോഴത്തേക്ക് മിക്കവാറും ഒക്കെ എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥാനം, ആ ഒരു ഇതിനെ കുറിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കാലം പോകും, നിനക്ക് എന്നെ പ്രാപിക്കാനുള്ള കാലം കിട്ടുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭഗവാൻ പറയുന്നത് സാധ്യമല്ല എന്ന് നമുക്കൊക്കെ തോന്നും. കാരണം അതുപോലെ ദിവസേനയുള്ള ജോലികളിൽ ഭഗവാനെ എങ്ങനെ ഉൾപ്പെടുത്തും എന്നൊക്കെ നമുക്ക് തോന്നും. അതിനുള്ള വഴി നമ്മൾക്ക് കണ്ടുപിടിക്കാനാണ് ഈ ബുക്കുകളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനസ്സിനെ നീ എന്നെ ധ്യാനിക്കുക. ഈ പരമാത്മ ധ്യാനത്തിലേക്കൊക്കെ പോയി അങ്ങ് ധ്യാനിയായി ഇരുന്ന് വരുമ്പോഴത്തേന് നിന്റെ ജന്മം പോകും. നീ എന്നെ ഞാൻ പറയുന്ന അനുസരിക്കൂ, അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ എല്ലാ പാപത്തിൽ നിന്നും മോചനം ലഭിച്ചില്ല എങ്കിലും കൃഷ്ണനെ ആത്മസമർപ്പണം ചെയ്താൽ, ഇപ്പൊ നമ്മൾക്കൊക്കെ വിചാരിക്കും, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആത്മസമർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമേന മുക്തനാകും എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാന്, അല്ലെ? അപ്പൊ അവിടെ അതുപോലെ തന്നെ അനുകൂലസ്യ സങ്കല്പം, പ്രതികൂലസ്യ വർജനം, അതൊക്കെ നമുക്ക് ഓരോ പുസ്തകങ്ങളിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവത് സേവനത്തിൽ എത്തിക്കുന്ന ഏതാനും ധാർമ്മിക നിയമ കാര്യങ്ങള് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനെ ഭക്തി പ്രക്രിയ എന്ന് പറയുന്നു. അപ്പം ഭക്തി പ്രക്രിയയിൽ കൂടി മുന്നോട്ട് പോവുക, അല്ലാതെ ഇതിനൊക്കെ ചെയ്ത് നിന്റെ ജീവിതത്തെ നീ അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊന്നും സമയമില്ലാതെ വരും. അതുകൊണ്ട് നീ അതിലേക്കൊക്കെ പോയാലേ ഇവിടെ തന്നെ എത്തുക, അല്ലെ? 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അവിടെ ആ ഒരു ഭക്തി യോഗത്തിലേക്ക് എത്താൻ നമുക്ക് ഈ ധാർമ്മിക നിയമങ്ങളെ അംഗീകരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ആ ഒരു ശുദ്ധ ഭക്തനാകാൻ വേണ്ടി മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി 1864 അതിന്റെ ബാക്കിയുള്ള ശ്ലോകങ്ങള് ഇതിൽ കൂടിയൊക്കെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആത്മസാക്ഷാത്കാരത്തിനായി സ്വയം നിയുക്തനാകണം. ഏതിൽ സ്വയം നിയുക്തനാകണം, എന്തിൽ വ്യാപൃതരാകണം എന്ന ചോദ്യത്തിന് ഉത്തരം എപ്പോഴും നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയില്ല. നമ്മൾ തീരുമാനിച്ചുകൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ അത് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ നമുക്കതിൽ വിജയം കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് സർവഗുഹ്യതമം ഭൂയ ശൃണ്മേ പരമം വച, ഞാൻ പറയുന്നത് നീ അനുസരിക്കൂ, നീ എനിക്ക് സമർപ്പണം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്നിവിടെ നമുക്ക് ശ്രീല പ്രഭുപാദരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. അത് ഇവിടെ പ്രജാഭൂവി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂവി എന്ന് പറഞ്ഞ ജംബോ ദ്വീപും ഉൾപ്പെടുന്ന 7 സപ്തദ്വീപും എല്ലാം കൂടി ചേർന്നല്ലേ, അതോ ഭൂമി മാത്രമാണ്?
എവിടെ ഏതിലാ പ്രഭു പറഞ്ഞേക്കുന്നത്? എവിടെയാ? ഈ ശ്ലോകത്തിലെ ലാസ്റ്റ് പ്രജാഭുവി, അതായത് പ്രജകൾ, ഭൂമിയിലുള്ള അതായത് ഭൂവി ഉദ്ദേശിക്കുന്നത് ഭൂവി ഉദ്ദേശിക്കുന്നത് ഈ ജംബോദ്വീപ് ഉൾപ്പെടുന്ന സപ്തദ്വീപ് ഉൾപ്പെടുന്ന കംപ്ലീറ്റ് അല്ലേ? യുധിഷ്ഠിരൻ ഭരിച്ചിരുന്ന ആ സർവമണ്ഡലങ്ങളുടെയും പ്രഭുവി എന്നുള്ളതാണ്. ഭൂമണ്ഡലം, ഭൂമി മാത്രമല്ല ഭൂമണ്ഡലം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അടുത്തത് 46. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാ അത്യന്തികമാത്മനഃ മനസാ ധാരയാമാസുർ വൈകുണ്ഠചരണാംബുജം. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാ അത്യന്തികമാത്മനഃ മനസാ ധാരയാമാസുർ വൈകുണ്ഠചരണാംബുജം. തേ അവരെല്ലാവരും സാധുകൃതം ഒരു സന്യാസിക്ക് യോജിച്ച വിധം മേന്മയുള്ളതൊക്കെയും നിർവഹിച്ച ശേഷം എന്നുള്ളതാണ് സാധുകൃതം. അവരെല്ലാവരും സാധുകൃതം, ഹാവിംഗ് പെർഫോംഡ് എവരിത്തിങ് വർത്തി ഓഫ് എ സെയിന്റ്. ഒരു സെയിന്റിന്, ഒരു സന്യാസിക്ക് എന്തെല്ലാം ശരിയായിട്ട് നോക്കുന്നു അതെല്ലാം നിർവഹിച്ചവരെ സാധുകൃതം. അതിനുശേഷം സർവാർത്ഥ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻക്ലൂഡ്സ് എവരിത്തിങ് വർത്തി, എല്ലാം ശരിയായിട്ടുള്ള എല്ലാത്തിനും ഉൾപ്പെടുത്തിക്കൊണ്ട്, സർവ അർത്ഥങ്ങളും എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജ്ഞാത്വ അതെല്ലാം അറിഞ്ഞിട്ട് ആത്യന്തികം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഏറ്റവും പരമമായിട്ടുള്ളത്, ആത്മനഹ എന്ന് വെച്ചാൽ ലിവിങ്, ഒരു ജീവാത്മാവിന്റെ മനസ്സിനുള്ളിൽ ധാരയാമാസ നിലനിർത്തി, ധാരയാമാസ വൈകുണ്ഠ ചരണാംബുജം, ആ ഭഗവാന്റെ ചരണാംബുജത്തെ മനസ്സിനുള്ളിൽ നിലനിർത്തിക്കൊണ്ട് എന്നുള്ളതാണ്. ആത്മീയ ലോകത്തിലെ ഭഗവാൻ, വൈകുണ്ഠാധിപതിയായ ഭഗവാനെ, അവരുടെ ചരണാംബുജങ്ങൾ, അദ്ദേഹത്തിന്റെ പാദപത്മങ്ങളെ അവരുടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അവരിനിയുള്ള ജീവിതം കഴിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ട്രാൻസ്ലേഷന് ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. അവരെല്ലാം ധർമാനുസൃതമായ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച ശേഷം, അപ്പൊ ധർമാനുസൃതമായ എല്ലാ കർമ്മങ്ങളും ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ശ്ലോകമാണ് സവൈ പുംസം പരാധർമ്മോ യഥോഭക്ത് അഥോക്ഷജേ. അത് ആ ശ്ലോകമൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. കാരണം നമ്മൾ എന്ത് പറയുമ്പോഴും, നിങ്ങളൊക്കെ ഇനിയും ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകുന്നവരാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചില ശ്ലോകങ്ങളുണ്ട്, അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം ധർമാനുസൃതമായ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച ശേഷം എല്ലാവരുടെയും പരമലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണെന്ന് ശരിയായി തീരുമാനിക്കുകയും ചെയ്തു. ആകയാൽ അവർ ഭഗവത് പാതാരവിന്ദങ്ങളെ യാതൊരു തടസ്സവും കൂടാതെ സ്മരിച്ചു. നമ്മളാണ് ചിലപ്പോഴൊക്കെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ നമ്മുടെ കൂടെ കാണും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ അതൊക്കെ അങ്ങ് വിട്ടിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് മുഴുകും. ആ പാതാരവിന്ദങ്ങളെ നമ്മളെപ്പോഴും സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. അപ്പൊ അവര് ചെയ്തത് അതാണ്. ഇനിയിപ്പോ അവർക്ക് മറ്റൊന്നുമില്ല, അവര് എന്തിലായി? അവർ പോവുകയാണ്. അവർക്ക് കൃഷ്ണൻ പോയി കഴിഞ്ഞു. കൃഷ്ണൻ പറയുന്നതായിരുന്നു ഇതുവരെ അവരുടെ വേദവാക്യം. അത് പോയി കഴിഞ്ഞപ്പോഴുകൂടി അവർ തിരിച്ച് കൃഷ്ണന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്താൻ വേണ്ടി അവർക്ക് എന്താണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? എന്താണ്? പാതാരവിന്ദ സ്മരണ. അതാണ് അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാ ആത്യന്തികമാത്മനഃ മനസാ ധാരയാമാസു വൈകുണ്ഠചരണാംബുജം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാനാത്വാത്യന്തിക ആത്മനാ മനസാ ധാരയാമാസു വൈകുണ്ഠചരണാംബുജം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ കണ്ടു എന്താണ് ആനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. അത് ഭഗവത് സേവനത്തിൽ എത്തിക്കുന്ന ഏതൊരു ധാർമ്മിക നിയമ അംഗീകരിക്കുന്ന ആ ഒരു പ്രക്രിയ, ഭഗവത് സാധന ഏതൊരു അനുകൂലമായാലും പ്രതികൂലമായിട്ടുള്ളതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അനുകൂലമായതിനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ധാർമ്മിക നിയമങ്ങളെ അംഗീകരിക്കുക. അതെന്തെങ്ങനെയുള്ള ധാർമ്മിക നിയമമായിരിക്കണം? ഭഗവത് സേവനത്തിലേക്ക് എത്തിക്കുന്നത് ആയിരിക്കണം. അപ്പൊ അവരെല്ലാവരും ധർമാനുസൃതമായി എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച ശേഷം ഒരിടത്ത് പോവുകയാണ്, തിരിച്ചു പോവുകയാണ് അവര്. അപ്പൊ ചെയ്യേണ്ടതെല്ലാം
ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇനിയും വരുന്നില്ല, തിരിച്ചു പോകുന്നു എന്ന രീതിയിൽ. ഇനിയും വരണമെങ്കിൽ ആര് ഉദ്ദേശിക്കണം, ആര് പറയണം? ഭഗവാൻ എപ്പോഴെങ്കിലും വരുമ്പോൾ ഭഗവാന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അവർ വരണം. അങ്ങനെയാണ് ഇവരെല്ലാവരും കൂടെ വന്നിട്ടുള്ള സർവ്വരും അതാണ് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് വന്നവരാണ്. അപ്പൊ ഭഗവാൻ അവരെ എന്ത് ചെയ്ത് തിരിച്ചു പോകാനുള്ള തയ്യാറെടുത്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണെന്ന് ശരിയായി തീരുമാനിച്ചുകൊണ്ട് പാതാരവിന്ദങ്ങളെ നിർവിഘ്നം സ്മരിച്ചു. അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഈ 46 ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ എവിടെ പോകുമ്പോൾ നമ്മുടെ ടിക്കറ്റ് എന്തായിരിക്കണം? ഭഗവത് പാതാരവിന്ദ സ്മരണ. നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും, നമ്മളിപ്പം വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനാവശ്യമായ പാസ്പോർട്ടും വിസയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ഇവിടെയും നമ്മുടെ കയ്യിൽ ഈ ഒരു സ്മരണ നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഭഗവത്ഗീത 7:28 ഭഗവാൻ പറയുന്നുണ്ട്, പൂർവജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്കും സർവ്വവിധ പാപഫലങ്ങളും നിർമാർജനം ചെയ്ത് ദ്വന്ദ്വ വ്യാമോഹങ്ങളിൽ നിന്നും വിമുക്തരായവർക്കും മാത്രമേ ദൃഢനിശ്ചയത്തോടെ എന്റെ പാതാരവിന്ദങ്ങളിൽ ഏകത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നു, നമുക്ക് ഏകത്ര ശ്രദ്ധ ഇല്ല. അത് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പൂർവജന്മങ്ങളിൽ എന്താണ് പുണ്യകർമ്മങ്ങളല്ല കൂടുതൽ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ആ ശ്രദ്ധ വരാത്തത്. അതുപോലെ അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നമ്മളെ പാപങ്ങളെല്ലാം അതിന്റെ ഫലങ്ങളിൽ നിർമാർജനം ചെയ്തിട്ട് അപ്പൊ നമ്മള് ആ ദ്വന്ദ്വ ഞാൻ എന്റേത് മമ ആ ഒരു മമ എന്നുള്ള ഭാവം അത് നീക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ നമ്മൾ ഇവിടെ പലപ്പോഴും നമുക്ക് ഭഗവാനെ ശരിക്കും ഓർക്കാൻ കഴിയാത്തത്. അപ്പം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്കും സർവ്വവിധ പാപഫലങ്ങളും നിർമാർജനം ചെയ്ത് ആ ദ്വന്ദ്വത്തിൽ നിന്ന് നമ്മൾ മാറിയവർക്കും മാത്രമേ ഇവിടെ ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവാനെ സ്മരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ്, ചിലരെങ്കിലും എത്തിയവർ കാണും, പക്ഷെ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്, നമുക്ക് ആ പാതാരവിന്ദ സ്മരണ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകാത്തത് എന്ന് നമ്മൾ പറഞ്ഞു. യേശാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണ തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢപ്രഥ. അതാണ് ആ ശ്ലോകം. അപ്പം ആ പാപം പൂർവജന്മങ്ങളിലെ ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരും അവരുടെ പാപഫലങ്ങളെല്ലാം നിർമാർജനം ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് വിമുക്തി നേടിയിട്ടുള്ളവർക്ക് ദൃഢനിശ്ചയത്തോടുകൂടി എന്നെ പ്രാപിക്കാൻ കഴിയുമെന്നാണ്. മുക്തരാവാൻ, നമ്മൾ മുക്തരായി തീരണമെങ്കിൽ അപ്പൊ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഇതേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെയാണ് വന്നത്. പക്ഷെ അതിനും അവിടെ എന്തുണ്ട്? സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, കാരണം നമ്മൾ വലുതായിട്ടുള്ള പുണ്യകർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്റേത് എന്റെ മക്കളെ, എന്റെ വീട്, എന്റെ കാറ്, എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ചിന്തയുണ്ട്. എന്റെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ദ്വന്ദ്വ വ്യാമോഹങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടില്ല. അങ്ങനെ മുക്തരായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്ക് ദൃഢനിശ്ചയത്തോടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലെ മാത്രം ചിന്തിക്കാം. പക്ഷെ നമ്മൾ അവിടെ എത്താത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അതിൽ നിന്ന് വിമുക്തി നേടാൻ എന്ത് ചെയ്യണം? ദൃഢനിശ്ചയത്തോടുകൂടി എനിക്ക് ഈ ജന്മമേ ഉള്ളൂ, ഇത്ര വർഷമേ ഉള്ളൂ, എനിക്ക് ഇനിയും കിട്ടാൻ എപ്പോ വേണേലും ഇപ്പൊ പോകാൻ, ഞാൻ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് എന്റെ ഭഗവത് സേവനത്തിൽ മുഴുകുക. അപ്പൊ മുക്തരാവാൻ അതിനാദ്യ പടിയായി നമ്മൾ ഭക്തരെ സേവിക്കണം. നമ്മളാരും ശരിക്കുള്ള ഭക്തന്മാരൊന്നുമല്ല. അപ്പൊ ശരിക്കുള്ള ഭക്തന്മാരെ അവരുടെ ചുവട് പിടിച്ചുകൊണ്ട്, അവര് പറഞ്ഞിരിക്കുന്നത് കേട്ടുകൊണ്ട്, അവരെ മുൻപിൽ കെട്ടിയാൽ അവരെ ആദരിച്ചുകൊണ്ട് നമ്മൾ അതിന് തയ്യാറാകണം. അപ്പം നമ്മളെ ഭാഗവതം പറയുന്നുണ്ട്, മഹത് സേവാന്ദ്വാരമാഹുർ വിമുക്തേ സമോദ്വാരം യോഷിതാം സംഘം എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ ബോണ്ടേജിൽ നിന്ന് നമുക്ക് ലിബറേഷൻ കിട്ടണമെങ്കിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പിരിച്വൽ പേഴ്സണാലിറ്റീസിന് സേവ ചെയ്യുക തന്നെ വേണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അവരോട് ചോദ്യം ചോദിക്കാം, പക്ഷെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാകരുത്. നമ്മൾക്ക് അറിയാൻ വയ്യാത്തത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊക്കെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുവരെ അതുപോലെ പറയുകയാണ്, മഹത് സേവാം ദ്വാരമാഹുർ എന്താണ്? വിമുക്തേ
തമോധാരം യോഷിതാം സംഘം എന്നാണ്. എന്ന് വെച്ചാൽ മെറ്റീരിയൽ ബോണ്ടേജിൽ നിന്ന് ലിബറേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഹൈലി അഡ്വാൻസ്ഡ് സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ സേവ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. എന്നാലേ നമ്മുടെ മനസ്സിനെ ഈ കൊണ്ടുവന്നിരിക്കുന്നതിൽ നിന്നൊന്നും മാറ്റാൻ നമുക്ക് എത്ര പ്രയാസപ്പെട്ട് കിട്ടിയ ഒരു ജന്മമാണ് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത്. ഈ മനുഷ്യജന്മം കിട്ടാൻ വേണ്ടി എത്ര പാടാണ് നമ്മൾ പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കാര്യമാണ്. എങ്ങനെ നമ്മൾ ഒരു ജന്മം എടുക്കുന്നു, നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മൾ ഇനി അഥവാ സ്വർഗത്തിലെത്തിപ്പെട്ടാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെല്ലാം വേണമെന്നുള്ളത് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു ജീവാത്മാവ് ഒരമ്മയുടെ വയറ്റിൽ ചെന്നെത്താനുള്ള മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ വളരെ പ്രയാസമേറിയ പ്രക്രിയയാണ്. അപ്പൊ അവിടെ അതിൽ നിന്ന് കിട്ടി എന്തായാലും നമുക്കിപ്പോഴേ ആ കിട്ടിയതിനെ ഒന്നുകൂടി പോഷിപ്പിച്ച് ഭഗവത് സേവയിലേക്ക് ആക്കുകയെങ്കിലും ചെയ്യാൻ നമ്മളെ എന്ത് ചെയ്യണം? ഭഗവത് സേവകരുടെ, ഭഗവാന്റെ അടുത്ത ആൾക്കാരുടെ എന്ത് ചെയ്യണം? സേവ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എടുക്കൂ. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. സമർപ്പണം ചെയ്യൂ, അവിടെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു, ആരാധിക്കുക, പ്രണമിക്കുക, ഇതൊക്കെ പറഞ്ഞു. അല്ലാതെ നിങ്ങൾ പരമാത്മജ്ഞാനത്തെയും ബ്രഹ്മാത്മജ്ഞാനത്തെയും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലം അങ്ങ് കഴിഞ്ഞു പോകും. അങ്ങനെ നേടി എടുത്തു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറ്റുന്നു? നമ്മുടെ കാലം കഴിഞ്ഞു പോകുന്നതിന് സമയമില്ല. അതുകൊണ്ട് ഇവിടെ ആ ഒരു യശാന്തം ഭാവം എങ്ങനെയും ചെയ്തു പോയ പാപത്തെ കളഞ്ഞിട്ട് അതിന്റെ കറയെ നീക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം ഭക്തരെ സേവിക്കുക. അപ്പം മെറ്റീരിയൽ ബോണ്ടേജിൽ നിന്ന് ലിബറേഷൻ കിട്ടുവാൻ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ രണ്ടു തരം ആൾക്കാരുണ്ട്. അവര് ഒന്ന് എന്താണ്? ഇമ്പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരും ഒന്ന് ഭക്തന്മാരുമാണ്. നമുക്കറിയാം അതൊക്കെ അല്ലെ. അപ്പൊ ഇമ്പേഴ്സണൽ എന്ന് വെച്ചാൽ ഭഗവാന് എന്താണ്? രൂപമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. ഭഗവാൻ രൂപമില്ല. നമ്മള് ഭാഗവതം വായിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ആദ്യമെല്ലാം ഭഗവാന്റെ ലീലകളെല്ലാം വായിച്ച് വന്നിട്ട് ഭഗവാനെ എല്ലാ ബുധനെ കൊല്ലുന്നതും ശതാസുരനെ കൊല്ലുന്നതും എല്ലാം വായിച്ച് വന്നിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഭഗവാൻ രൂപമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ഇമ്പേഴ്സണലിസ്റ്റ് അവരും കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഭക്തരാണ് അവരും ഒരു വിധത്തിൽ. അപ്പൊ അതുപോലെ മറ്റത് ഭക്തന്മാരാണ്. അപ്പം അവരെ ഇമ്പേഴ്സണലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെന്താണ് ചെയ്യുക? അവർക്ക് എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ്? അവരെവിടെ എത്തിച്ചേരും? ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നവരെവിടെ എത്തിച്ചേരുന്നത്? എന്താണ്? ഭഗവാന്റെ ഭഗവാനിലേക്ക് കഴിഞ്ഞ ദിവസം ആരോ മാതാജി പറഞ്ഞു, ഭഗവാനിലേക്ക് അവര് നല്ലപോലെ ഭഗവാനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ രൂപമില്ലെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് ഭഗവാനിലേക്ക് ലോഡ്സ് എക്സിസ്റ്റൻസിലേക്ക് അങ്ങ് മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഭഗവാനിലേക്ക് അങ്ങ് ലയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് വലിയ ദോഷമുണ്ടോ? നല്ലതല്ലേ? ഭഗവാനിൽ ചെന്നെത്താൻ കഴിഞ്ഞില്ലേ, പിന്നെന്താ അതിന്റെ ദോഷം? ജന്മം വരുന്നുണ്ട്. അപ്പം നല്ലത് തന്നെയാണ്. അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് കേൾക്കുമ്പോ അറിയാം അവർ എത്ര നല്ല പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചവരുടെ എത്തും. പക്ഷെ തിരിച്ചു വരേണ്ടതായിട്ട് വരും. പിന്നെ അതിന് അടുത്ത ആൾക്കാർ എന്താണ്? ഇമ്പേഴ്സണലിസ്റ്റ് കഴിഞ്ഞാൽ ഡിവോട്ടീസ് അല്ലെ. ഭക്തനായി തീരാൻ വേണ്ടി എന്താണ്? ആ നല്ല രീതിയിൽ ഹൈതുകി അപ്രതിഹത അത് ആ രീതിയിൽ ഭക്തി സേവനം ചെയ്ത് ഭഗവാനിൽ എത്തിച്ചേരുക. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭക്തിസ്തു ഭക്തസംഘേന പരിചായതേ. ഭക്തസംഘം കൊണ്ടേ അത് ഭക്തി കിട്ടുകയുള്ളൂ. ഭക്തിയാതു ദോഷ ഭഗവാൻ ഗജയൂഥപായ. ഒരു ഗജമായിട്ട് പോലും ഒരു ആനയായിട്ട് പോലും ഓർപ്പിച്ചിരുന്ന കാര്യങ്ങൾ, പഠിച്ചിരുന്ന കാര്യങ്ങൾ ആ അവസാന സമയത്ത് ഗജേന്ദ്രമോക്ഷം അല്ലെ, ആ സമയത്ത് അത് ഓർക്കാൻ അവർക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള, ആ ആനയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ യസ്യ സ്മരണ മാത്രേണ ഹരിചിത്തം സമാശ്രയത്. അപ്പൊ സദാസേവ്യ എപ്പോഴും ആ ഒരു ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നാൽ നമ്മൾ ആ അവസാന നിമിഷത്തിൽ നമ്മുടെ ആ ഒരു ഹരിയെ നമുക്ക് കിട്ടാൻ അത് സഹായകമാകും. അപ്പം ഭഗവത് നാമത്താൽ മാത്രം ജീവികൾക്ക് സർവ്വ അനുഗ്രഹവും ലഭിക്കും. അതിന് യാതൊരു നിബന്ധനയും വെച്ചുകൊണ്ടാകരുതേ. ദിവ്യനാമ ജപത്താൽ അനായാസേന ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക്
കഴിയുമെന്നാണ്. പക്ഷെ അതിന് തോന്നത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മള് കേന്ദ്രീകരിച്ച് വെക്കണം. അപ്പം ഭഗവാന്റെ നാമം എങ്ങനെ ജപിക്കണം? എങ്ങനെയാ ജപിക്കേണ്ടത്? തൃണാദപി സുനിജേന, അല്ലെ? ആ രീതിയിൽ നമ്മൾ ജപിക്കാനാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത്ര നമുക്ക് പറ്റുന്നോ? നമുക്ക് പറ്റുന്നില്ല. പറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ കുറേശ്ശെ ആയിട്ട്, ഇപ്പം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടിട്ട് പോകാതെ അതിനു വേണ്ടി അപ്പൊ അത് ശുദ്ധഭക്തിയുടെ സേവനത്തിലൂടെ നാമജപത്തിന് ടേസ്റ്റ് വർദ്ധിപ്പിക്കുക, ഭഗവത് ശ്രവിക്കുന്നതിൽ വ്യാപൃതരാകുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതില്ല, എല്ലാം ഉണ്ട്. വീണ്ടും കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാ? യാവോ ഭാഗവതപടോ, എങ്ങനെയാണ്? വൈഷ്ണവേര സ്ഥാനി, എവിടെ നിന്ന് പഠിക്കണം? വൈഷ്ണവേര സ്ഥാനി, എവിടെ നിന്ന്? ഏകാന്ത ആശ്രയസ്ഥാനി ചൈതന്യ ചരണേ എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. യാവോ ഭാഗവത പഠോ, അത് മറക്കാതെ നമ്മുടെ മനസ്സിലുണ്ടാകണം. യാവോ ഭാഗവത പഠോ, എവിടെ നിന്ന്? വൈഷ്ണവേര സ്ഥാനി, വൈഷ്ണവന്റെ കയ്യിൽ നിന്ന്. ഏകാന്ത ആശ്രയസ്ഥാനി, നമുക്ക് ആശ്രയമായിട്ട് അത് മാത്രമേ ഉള്ളൂ. ചൈതന്യ ചരണേ, ആ ചൈതന്യ ചരണത്തിൽ നിന്നുള്ള കൃപ ഒഴുകുന്നത് അദ്ദേഹത്തിൽ കൂടിയാണ്, ആ വൈഷ്ണവനിൽ കൂടിയാണ്. ആ ചൈതന്യ ചരണത്തിൽ കൂടി നമ്മളെ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നായം ആത്മപ്രവചനേന ലഭ്യോ, എന്നെ ആത്മപ്രവചനം കൊണ്ട് കിട്ടത്തില്ല. ഞാൻ മേധയാ, ബുദ്ധി കൊണ്ടും എന്നെ കിട്ടത്തില്ല. ഞാൻ ബഹുനാ ശ്രുതേന, ഒരുപാട് കാര്യങ്ങൾ കേട്ട് ഓരോരുത്തരും ഒരു ദിവസം ഒരിടത്ത് സപ്താഹമാണെങ്കിൽ വേറൊരു ദിവസം വേറൊരിടത്ത് സപ്താഹമായിരിക്കും. അപ്പൊ ഓടുകയാണ്, ജീവിതം മുഴുവനും സപ്താഹങ്ങൾക്ക് വേണ്ടി ഓടുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ ഓടിയാലും അത് പോരാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബഹുന ശ്രുതേന. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ഏകാന്തമതിയായ വൈഷ്ണവരുടെ കാൽച്ചുവട്ടിൽ സ്വയം സമർപ്പിക്കൂ. അപ്പം പിന്നെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, എന്താണ്? പാമ്പ് കൊത്തിയ പാലാണ് എങ്കിൽ ആ പാലിലും ആ കുടിക്കുന്ന പാലിൽ വിഷത്തിന്റെ അംശം കാണും. ആ അംശം വരാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേൾക്കുന്നതിനകത്തെ ആ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് എതിരായിട്ടുള്ള പലതും കാണും. അത് ഉള്ളിടത്ത് നമ്മള് കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭക്തിപ്രിയോ മാധവ, അങ്ങനെ ആ ഒരു മാധവന്റെ ഭക്തിയിൽ ഉറച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കേൾക്കാവൂ. അപ്പം ഹൃഷീകേശ സേവനം ഭക്തി രുച്യതേ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്കും തോന്നി എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്, എന്തുവാ പ്രയോജനം തോന്നും, ഇല്ലേ? യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ ഇതെല്ലാം നമ്മളെ ഒരു ട്രെയിനിങ് തരാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അടുത്ത ശ്ലോകം, 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്, 47ഉം 48ഉം ഒന്നിച്ചാണ്. തഥ്യാനോത്രിക്തയാ ഭക്ത്യാ വിശുദ്ധതിഷണാപരേ തസ്മിൻ നാരായണ പദേ ഏകാന്തമതയോ ഗതിം അവാഭുർദുരവാപാം തേ അസദ്ഭിർവിഷയാത്മഭിഃ വിധൂതകൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹി. തഥ്യാനോത്രിക്തയാ ഭക്ത്യാ വിശുദ്ധതിഷണാപരേ. ആ ലൈൻ നമുക്ക് ശ്രദ്ധിക്കാം. തത് ധ്യാന ഉത്രിക്തയാ ഭക്ത്യാ വിശുദ്ധ തിഷണയാ പരേ, ഇത്രയാണുള്ളത്. തത എന്ന് പറഞ്ഞാൽ അത്, അതുപോലെ ധ്യാനം നമ്മള് മാതൃക അനുസരിച്ച് നമ്മൾ ധ്യാനത്തിന് ഇരിക്കുക. ഉത്രിക്തയാ, എന്തുവായി ധ്യാനം കൊണ്ടുള്ള ഗുണം? കുറച്ചിങ്ങ് ഭഗവാന്റെ ആ ഒരു രൂപം, അല്ലേ? അപ്പൊ ആ ഒരു വേണുഗുണന്തം അരവിന്ദദളായതാക്ഷം, ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ഉത്രിക്തയാ, സ്വതന്ത്രമായിട്ടുള്ള ഒരു പുതിയ വാക്കാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഉത്രിക്തയാ, സ്വതന്ത്രമായ, ഭക്ത്യാ, ഭക്തി നിർഭരമായ മനോഭാവത്തോടുകൂടി, ഭക്തിയോടുകൂടി എന്ന് ഓർത്താൽ മതി. വിശുദ്ധമാക്കുക, പരിശുദ്ധമാക്കുക. എങ്ങനെ? തിഷണ പരേ, തിഷണ എന്ന് പറഞ്ഞാൽ ബുദ്ധി, പരേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന്. അപ്പം തഥ്യാനോത്രിക്തയാ ഭക്ത്യ വിശുദ്ധ ധിഷണ പരേ. പിന്നെ അടുത്ത ലൈൻ നോക്കാം. തസ്മിൻ നാരായണ പദേ ഏകാന്തമതയോ ഗതിം. തസ്മിൻ എന്ന് വെച്ചാൽ അതിൽ പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. തസ്മിൻ നാരായണ
പദേ നാരായണൻ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നാരായണൻ പറഞ്ഞിരിക്കുന്നത്. നാരായണ പദേ പാതാരവിന്ദങ്ങളിൽ, ആ നാരായണന്റെ പരമദിവ്യോത്തമ പുരുഷന്റെ പാതാരവിന്ദങ്ങളിൽ ഏകാന്തമതയോ ഗതിം, ഏകാന്തമതയ എന്ന് വെച്ചാൽ പരമമായിട്ടുള്ളതും ഏകവുമായിട്ടുള്ള പരമപുരുഷനിൽ സ്ഥിതരായവർ, ആ പദത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവർ എന്ന് വെച്ചാൽ എപ്പോഴും അതേക്കുറിച്ച് ഓർക്കുന്നവർ. അപ്പൊ അങ്ങനെ പദേ പദാരവിന് ഏകാന്തമതയ പരമവും ഏകവുമായ ഭഗവാനിൽ സ്ഥിതരായിട്ടുള്ളവര് അവരുടെ ഗതിം, ഗതിം എന്ന് വെച്ചാൽ ഇവിടെ എത്തിച്ചേരാനുള്ള സ്ഥാനം, ഗതിം അവാപുർ ദുരവാപാം തേ, അവാപു എന്ന് പറഞ്ഞാൽ നേടി, ദുരവാപാം പ്രാപ്തമാക്കാൻ വളരെ വിഷമമേറിയതാണത്, കിട്ടാൻ വളരെ പ്രയാസമേറിയതാണ്, ദുരവാപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേ എന്ന് പറഞ്ഞാൽ അവരാൽ, അസത്പിഹി, അസത്പിഹി എന്ന് പറയുന്നത് ഭൗതികതയിൽ ഉറച്ചു വിശ്വസിക്കുന്നവരെയാണ് അസത്പിഹി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഭൗതികവാദികളായ. വിഷയാത്മഭിഹി, വിഷയാത്മഭി എന്ന് പറയുന്നത് ഭൗതികാവശ്യങ്ങളിൽ മുഴുകിപ്പോയിരിക്കുന്നവർ, എന്റെ കുട്ടികളെ, എന്റെ വീട് എന്നുള്ള ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, അതിൽ മുഴുകി ജീവിക്കുന്നവര് ശരിക്കും എന്താണ്, ആ ഒരു ഗ്രഹമേധിയുമുണ്ട് ഗ്രഹസ്ഥനുമുണ്ട് അല്ലേ. അപ്പൊ ഗ്രഹമേധികളായി വിധൂത ശുദ്ധീകരിച്ചു, കൽമഷങ്ങൾ നീക്കിത്തരണേ എന്ന് നമ്മൾ ഭഗവാനോട് പറയും അല്ലേ. ഭൗതിക മാലിന്യങ്ങൾ, സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ധാമത്തെയാണ്, ഭഗവാന്റെ ധാമം. വിധൂത കൽമഷാസ്ഥാനം വിരജേന, വിരജം, വിരജേന എന്ന് പറഞ്ഞാൽ ഭൗതികതയോടുള്ള നമ്മുടെ ആ ഒരു ഇഷ്ടം, വിരജേന ആസക്തി എന്ന് പറയാം, ഭൗതികാസക്തി. ആത്മനായേവ, ഇതേ ഭൗതിക ശരീരത്താൽ, ഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിശ്ചയമായും. അപ്പം തഥ്യാനോ തൃക്തയാ ഭക്ത്യ വിശുദ്ധധിഷണാപരേ തസ്മിൻ നാരായണ പദേ ഏകാന്തമതയോ ഗതിം അവാപുർദുരവാപാം തേ അസദ്ഭിർവിഷയാത്മഭിഃ വിധൂതകൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹി. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മാതാജി വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്യാനോത്രികത്തയാ ഭക്ത്യാ വിശുദ്ധധിഷണാപരേ തസ്മിൻ നാരായണ പദേ ഏകാന്തമതയോ ഗതിം അവാപുർദുരവാപാം തേ അസത്ഭിർവിഷയാത്മഭിഃ വിധൂതകൽമഷാസ്ഥാനം വിരാജേനാത്മനൈവ ഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തഥ്യാനോതൃപ്തയ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്ധ്യാനോക്തിക്തയാ ഭക്ത്യാ വിശുദ്ധധിഷണാപരേ തസ്മിൻ നാരായണ പദേ ഏകാന്തമതയോ ഗതിം അവാപുർദുരാവാപാം തേ അസദ്ഭിർവിഷയാത്മഭിഃ വിദുതകൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് വിവർത്തനം കൂടി നോക്കാം, അത്ര സമയമില്ല. വിവർത്തനത്തില് അപ്രകാരം അവരെ വിദുഷണന്റെ സഹോദരന്മാരെ നിരന്തരമായ ഭക്തി നിർഭര സ്മരണയിലൂടെ ആർജിതമായ ശുദ്ധാവബോധത്താൽ പരമപുരുഷൻ നാരായണനാൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ ഭരിക്കപ്പെടുന്ന ആത്മീയ ലോകത്തിൽ എത്തിച്ചേർന്നു. പരമപുരുഷനെ വിചലനം കൂടാതെ അപങ്കുരമായി ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ഇത് പ്രാപ്തമാകുകയുള്ളൂ. ജീവിതത്തിന്റെ ഭൗതിക ഭാവനകളിൽ ആമഗ്നമായവർക്ക് ഗോലോക വൃന്ദാവനം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ധാമത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. എന്നാൽ പാണ്ഡവർ എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണ വിമുക്തരാകയാൽ ആ ധാമത്തിൽ അവരുടെ അതേ ഭൗതിക ശരീരങ്ങളോടുകൂടി എത്തിച്ചേർന്നു. അപ്പൊ നമ്മള് അതേ ഭൗതിക ശരീരം എന്തായി നമ്മള് ആത്മീയ ലോകത്തിലേക്ക് പോകുമ്പോഴേക്ക് ഭഗവാൻ അത് ഈ ഭൗതിക ശരീരത്തെ ആത്മീയമാക്കി കൊടുക്കും എന്നുള്ളത്. അങ്ങനെ ആ ശരീരം ആത്മീയമാക്കിക്കൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഹരേ കൃഷ്ണ. നിങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ചോദിക്കാനോ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് ഉണ്ട്, നമുക്ക് പറയാം. ഹരേ കൃഷ്ണ.